57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കണ്ണൂരിൽ. ഇപ്പോൾ ഞങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും അഞ്ജു ചേരുന്നുണ്ട് കലോത്സവത്തിന്റെ വിശേഷങ്ങളുമായി. അഞ്ജു, ചരിത്രം ഉറങ്ങുന്ന കണ്ണൂരിൽ തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തൊക്കെയാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ? നമസ്കാരം. കളിയാട്ടത്തിന്റെ നാട്ടിലെ കലയുടെ ഉത്സവം കലയാട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൗമാരകലയുടെ കേളുകൊട്ട് ഉണരാൻ ഇനി മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് സംഘാടകരെല്ലാം തന്നെ. ഒരു ഓട്ടപ്പാച്ചിൽ എന്നോണം എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 9:30 തന്നെ നമ്മുടെ പതാക ഉയർത്തൽ ചടങ്ങാണ്. അതിനുശേഷം 10 മണിയോടുകൂടി രജിസ്ട്രേഷൻ. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കലയുടെ മാമാങ്കത്തെ വരവേൽക്കാൻ കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ വിശദാംശങ്ങൾ നമുക്ക് തരാൻ ഇപ്പോൾ ലതീഷ് ഉണ്ട് നമ്മോടൊപ്പം. ലതീഷ്, എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങൾ അതിന്റെ ഒരു ഓട്ടപ്പാച്ചിൽ എന്നോണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആദ്യ വട്ട ഒരുക്കങ്ങൾ മുന്നേറുന്നത്? അഞ്ജു, കൗമാര കേരളത്തിന്റെ കലാമാമാങ്കത്തിന് വേദിയുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 9:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ പതാക ഉയർത്തും. പതാക ഉയർത്തിയ ശേഷം രജിസ്ട്രേഷൻ നടപടികളാണ് ഇവിടെ പുരോഗമിക്കുക. 4 മണിയോടെയാണ് കൗമാര കേരളത്തിൻ്റെ കലാമാമാങ്കത്തിന് തിരിതെളിയുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ പിന്നണി ഗായിക KS ചിത്രയായിരിക്കും മുഖ്യാതിഥിയായി പങ്കെടുക്കുക. തുടർന്ന് 6 മണിയോടുകൂടി 9 വേദികൾ ഉണരും. 9 വേദികളിലായാണ് ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ നടക്കുന്നത്. അത് പ്രധാന വേദിയായ നിളയിൽ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മോഹിനിയാട്ടത്തോടു കൂടിയാണ് മത്സര ഇനങ്ങൾ ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. 1ാമത്തെ വേദിയിൽ മോഹിനിയാട്ടം, 2ാം വേദിയിൽ കുച്ചിപ്പുടി, ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി, ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ ഭരതനാട്യം വേദി 3-ലും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തിരുവാതിരക്കളി വേദി 4-ലും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തന്നെ പഞ്ചവാദ്യം വേദി 5-ലും, അക്ഷരശ്ലോകം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മത്സരം വേദി 9-ലും, സംസ്കൃതോത്സവത്തിൻ്റെ ഭാഗമായുള്ള ചമ്പു പ്രഭാഷണം വേദി 10-ലും, വേദി 12-ൽ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കഥകളി മത്സരം, വേദി 14-ൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ തന്നെ ചവിട്ടുനാടകം. ഇങ്ങനെ 9 മത്സരങ്ങളാണ് ഇന്ന് 9 വേദികളിലായി 9 ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് ആദ്യ ദിനമായ ഇന്ന് നടക്കുക. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി സെൻറ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2:30 വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിക്കും. കണ്ണൂരിൻ്റെ കലാപാരമ്പര്യവും അതേപോലെ തന്നെ കണ്ണൂരിൻ്റെ പ്രത്യേകതകളും വിളിച്ചോതുന്ന പ്ലോട്ടുകൾ, അതേപോലെ തന്നെ കണ്ണൂരിൻ്റേതായ നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 2:30 തന്നെ ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്ര പ്രധാന വേദിയായ നിളയിൽ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. എന്തായാലും ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 20 വേദികളിലായി 232 ഇനങ്ങളിലാണ് ഇന്നു മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഒരാഴ്ച നീളുന്ന കലാമാമാങ്കം കണ്ണൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 20 വേദികൾ, കേരളത്തിലെ പ്രധാന നദികളുടെ പേരിലാണ് എല്ലാ വേദികളും അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാംസ്കാരികോത്സവമാണ്. നാളെ വൈകിട്ടോടുകൂടി സാംസ്കാരികോത്സവം ആരംഭിക്കും. കഥാകൃത്ത് T. പത്മനാഭനാണ് സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുക. വൈകിട്ട് എല്ലാ ദിവസങ്ങളിലും മയ്യഴിയിൽ സ്റ്റേഡിയം കോർണറിലെ മയ്യഴിയിൽ സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായുള്ള വിവിധ കലാപരിപാടികൾ ഈ മത്സരങ്ങൾക്ക് പുറമെ നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒപ്പം പൂർണ്ണമായും പ്ലാസ്റ്റിക് രഹിതമായ ഒരു കലോത്സവം, സംസ്ഥാന സർക്കാരിൻ്റെ ഹരിത നയം 100% ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു കലാമാമാങ്കം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേള, പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമായി പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ നടപ്പാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, അതിന് വിപുലമായ സംവിധാനങ്ങൾ, ഇത്തരത്തിൽ കൗമാര കേരളത്തിൻ്റെ കലാമാമാങ്കം വിധേനയും വലിയൊരു വിജയമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട മിനുക്കുപണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അത്തരം നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അഞ്ജു.
തീർച്ചയായും എന്തായാലും ലതീഷ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇനി കുട്ടികൾ എത്തുക, ഒപ്പം രജിസ്ട്രേഷൻ നടപടികളൊക്കെ മുന്നോട്ട് പോകുക, അത്തരത്തിലുള്ള ചടങ്ങുകൾ, പതാക ഉയർത്തൽ, ഒപ്പം ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അത്തരത്തിൽ വർണ്ണശബളമായ രീതിയിൽ കലാമാമാങ്കത്തെ വരവേൽക്കാൻ കണ്ണൂർ ഒരുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളും ഈ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മിനിസ്റ്റർ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ഒപ്പം വിശിഷ്ട അതിഥിയായി സന്തോഷ് കോവൂറും എത്തിയിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ഇവിടെ ഉണ്ടായി. ഒപ്പം മിനിസ്റ്റർ പാട്ടുപാടി പ്രേക്ഷകരെ കയ്യിലെടുക്കാനും മറന്നില്ല. കലോത്സവത്തിന്റെ വർണ്ണപ്പകിട്ടും ആവേശവും പകർത്താൻ കൈരളി പീപ്പിൾ ടീം ഒരുങ്ങിക്കഴിഞ്ഞു. നഗരിയിലെ പ്രത്യേക സ്റ്റുഡിയോ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ചലച്ചിത്ര നടൻ സന്തോഷ് കീഴാറ്റൂരും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് മന്ത്രി പാട്ടുപാടി കലോത്സവത്തിന്റെ ആവേശം പകർന്നു. പഞ്ചവർണ്ണ കിളിത്തത്തേ തുഞ്ചന്റെ കച്ചമണികൾ കുത്തും കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ. കണ്ണൂർ മേയർ EP ലത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ്, കൈരളി TV മലബാർ മേഖലാ മേധാവി PV കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമറമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സാലിഹ്, കണ്ണൂർ. എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ അത് മത്സരങ്ങൾ മാത്രം എന്നോണമുള്ള ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ മത്സരങ്ങൾക്ക് അപ്പുറം ഒരു തീർച്ചയായും മത്സരങ്ങൾ എന്ന രീതിയിൽ കാണാതെ ദൈവം തന്ന ഒരു വരദാനമായി അതിനെ കാണണമെന്നാണ് രാജലക്ഷ്മി എന്ന ഗായിക പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങളിലെ മത്സരാർത്ഥിയായിരുന്ന രാജലക്ഷ്മി പുതിയ തലമുറയിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും മത്സരത്തെ മത്സരമായി കാണണമെന്ന ഉപദേശമാണ് നൽകുന്നത്. ഇതിനൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് അവിടെ വേണ്ടത്. ഇപ്പോൾ കല എന്നുള്ളത് എങ്ങനെയാണെങ്കിലും അത് നല്ല രീതിയിൽ വന്നാൽ അത് അംഗീകരിക്കപ്പെടും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലെങ്കിൽ ഫസ്റ്റിന് വേണ്ടി മത്സരിക്കുക, അവിടെ അടി ഉണ്ടാക്കുക, അതൊക്കെ വളരെ മോശം ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും വേണ്ട. സംഗീത ഇനങ്ങളിൽ മാറ്റുരച്ച് സമ്മാനം വാങ്ങിക്കൂട്ടിയ പിന്നണി ഗായിക കൂടിയായ രാജലക്ഷ്മി ഈശ്വരൻ നൽകിയ കലയെ മത്സരാർത്ഥികൾ മത്സരത്തിന് വേണ്ടി മാത്രമായി ഒതുക്കരുതെന്നും പറഞ്ഞു. കലയോടുള്ള ഒരു എന്താ പറയുക, അത് ജീവിതം മുഴുവനും ആ കല കൊണ്ട് നടക്കാനുള്ള താല്പര്യത്തോടെ ആവണം ഇതിലേക്ക് മത്സരിച്ച് ഫസ്റ്റ് നേടാൻ. അല്ലെങ്കിൽ വേറെ എത്രയോ പേരുടെ അവസരമായിരിക്കും നമ്മൾ കാരണം നഷ്ടമാകുന്നത്. അപ്പോൾ മത്സരങ്ങളിൽ അരങ്ങിലെത്തുന്ന ലളിതഗാനങ്ങളുടെ സൗകുമാര്യതയും രാജലക്ഷ്മി പങ്കുവച്ചു. ഉത്തരയാകുമിൻ തോഴി നിൻമിഴീണയിലെ നീലാംബരത്തിലെ നിർമ്മല ഭാവത്തിൽ മുഴുകി ഞാൻ ഉത്തരാസ്വയംവരം കഥകളിയരങ്ങിലെ ഉത്തരയാകുമിൻ തോഴി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലോത്സവ കാലത്തെക്കുറിച്ച് ഏറെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് സിനിമാ താരം വിനോദ് കോവൂരിന്. പണ്ട് അധ്യാപകനായിരുന്നുവെങ്കിലും ആ അധ്യാപക വേഷം തിരക്ക് കാരണമൊക്കെ അഴിച്ചുവെച്ചെങ്കിൽ കൂടി കലോത്സവം എവിടെ വന്നാലും ഒരു ദിവസമെങ്കിലും ആ വേദിയിലെത്തുക, പരിപാടികൾ കാണുക, അതൊന്നും അദ്ദേഹം മറക്കാറില്ല. ഓരോ കലോത്സവങ്ങളും ഓരോ വികാരങ്ങളാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കലാകാരന് കലോത്സവത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ആ കലാകാരനിലേക്ക് നമുക്ക് പോവാം. പാട്ടും പരന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയേ. കലോത്സവ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല വിനോദ് കോവൂർ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തിന്. അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് മോണോക്ട് വേദിക്ക് പിന്നിൽ നെഞ്ചെടുപ്പോടെ നിന്നതു മുതൽ എല്ലാം. അച്ഛൻ്റെയും ചേട്ടനൊക്കെ കൈപിടിച്ചിട്ടാണ് കലോത്സവ വേദികളിൽ എത്തുക. ടീച്ചേഴ്സ് ഉണ്ടാവും കൂടെ. വല്ലാത്തൊരു സന്തോഷമാണ് ഈ കലോത്സവത്തിന് അങ്ങോട്ട് പങ്കെടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ. അവസാനം സമ്മാനം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം, അയ്യോ അത് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ്. സമ്മാനം കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷം അത് വേറെയാണ്. എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു കാലം.
ഇന്ന് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു. കാലത്തിനൊപ്പം കലോത്സവവും മാറി. എന്നാലും എവിടെ കലോത്സവം നടന്നാലും അവിടെയൊക്കെയും ഓടിയെത്തും. അതൊരു വികാരമാണ്, വാക്കുകൾ കൊണ്ടുപോലും പറഞ്ഞു തീരാത്ത വികാരം. ഇപ്പോൾ മിമിക്രി, മോണോആക്റ്റും നാടകവും കാണാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ കലോത്സവ വേദികളിൽ എത്താറ്. അത് ശരിക്കൊരു വലിയൊരു ഒരു വികാരമാണ്. ഈ കലോത്സവം ഒരു മാമാങ്കമാണ്. അപ്പോൾ അത് വരാൻ വേണ്ടി ഒരു കാത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള വലിയ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നത് പോലെ കലോത്സവത്തിന് വേണ്ടി നമ്മളൊരു കാത്തിരിപ്പാണ്. മത്സരാർത്ഥിയുടെയും അധ്യാപകന്റെയും വേഷത്തിൽ കലോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട്. മോണോ ആക്ടിനോടും നാടകത്തോടുമാണ് ഏറെ പ്രിയം. മോണോ ആക്ട് അടങ്ങുന്ന 2 പുസ്തകങ്ങൾ എഴുതി. പഠിപ്പിക്കാൻ സമയം ഇല്ലാത്തതിനാൽ പുസ്തകം പഠിച്ച് മോണോ ആക്ട് അവതരിപ്പിച്ച കുട്ടികൾ വിളിക്കും. തിരക്കിനിടയിലും അഴിച്ചുവെച്ച അധ്യാപക വേഷത്തിന് ആ വിളികൾ വലിയ ആശ്വാസം പകരുന്നുണ്ട്. പയ്യാരം ഓരോന്ന് ചൊല്ലും നേരം തങ്കടം മാറും, നമ്മുടെ തങ്കടം മാറും. ഇനി പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിൽ. തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും കലോത്സവ വേദികൾ ഒരു ഹരം തന്നെയാണ്. വൈവിധ്യമാർന്ന കാഴ്ചകൾക്കപ്പുറം ഒരുപാട് ഓർമ്മകൾ നൽകിയ ആ പഴയ കലോത്സവ വേദിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടി. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘ മാധവൻ. കൗമാരകലയുടെ കേളികൊട്ടുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. 9:30 തന്നെ പതാക ഉയർത്തൽ ചടങ്ങ്, 4:30 ഉദ്ഘാടന ചടങ്ങ്, അതിനുശേഷം മത്സരങ്ങൾ ആരംഭിക്കുന്നതാണ്. എന്തായാലും അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ ബാക്ക് ടു ട്രിവാൻഡ്രം സ്റ്റുഡിയോ. തീർച്ചയായിട്ടും അഞ്ജു, കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ഒക്കെയായിട്ട് ഞങ്ങളുടെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നും അഞ്ജു ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.